ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയെക്കാട്ടിലും മുകളിലാണെങ്കിലും ശ്രീലങ്കയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഇന്ത്യക്കാർക്ക് കൃത്യമായിട്ട് അറിയാം. ശ്രീലങ്കയിൽ അവിടെ പ്രസിഡന്റിനെ അടക്കം പഞ്ഞിക്കിട്ട് ശ്രീലങ്കൻ ജനങ്ങൾ അവിടെ അറുമാദിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള കലാപമാണ് അവിടെ ഉണ്ടായത്. അവിടെയുള്ള ഭരണാധികാരികളെല്ലാം തന്നെ ഫ്ലൈറ്റും പിടിച്ചു ഓടേണ്ട ഗതിയാണ് പിന്നീട് വന്നത്. പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിലേക്ക് കയറുക, അവിടെയുള്ള സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുക, കൊട്ടാരം കത്തിക്കുക, ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഹാപ്പിനെസ് ആണ് ശ്രീലങ്കൻ ജനങ്ങൾക്കുള്ളത്. സത്യം പറഞ്ഞാൽ അതൊരു ഹാപ്പിനെസ് തന്നെയാണ്. കാരണം ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഇവിടെയുള്ള സുഡാപ്പികൾക്ക് പോലും സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ആ സമയത്ത് നെഞ്ചിൽ ഉണ്ട കയറുമെന്നുള്ളത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ശ്രീലങ്കൻ ജനത അവിടെ വലിയ രീതിയിലുള്ള കലാപമുണ്ടാക്കി. അവിടെയുള്ള പ്രസിഡന്റിൻ്റെ കസേരയിലിരിക്കുന്നു, പ്രസിഡന്റിൻ്റെ നീന്തൽക്കുളത്തിൽ നീന്തി കുളിക്കുന്നു, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ശ്രീലങ്കയെ മോചിപ്പിച്ചതും കൈപിടിച്ചുയർത്തിയതും ഇന്ത്യയാണ് എന്ന് ശ്രീലങ്ക തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ അവിടെ വലിയൊരു സംഘർഷ സാധ്യത ഉടലെടുത്തിരിക്കുകയാണ്. ശ്രീലങ്കയിൽ അക്രമാസക്തമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നതിനിടയിൽ ഒക്ടോബർ 22-ന് പ്രതിപക്ഷ രാഷ്ട്രീയക്കാരൻ തൻ്റെ ഓഫീസിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടതോടെ രാഷ്ട്രീയ കോളിളക്കം ഇപ്പോൾ ശ്രീലങ്കയിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. വെലിഗമ സിറ്റി കൗൺസിൽ ചെയർമാൻ ലസന്ത വിക്രമശേഖര 38 വയസ്സുള്ള അദ്ദേഹമാണ് തൻ്റെ ഓഫീസിൽ ആളുകളെ കാണുന്നതിനിടെ ഒരു തോക്കുധാരി തോക്കുമായി വന്ന് ഇദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. ഈ ലസന്ത വിക്രമസിംഗെ എന്ന് പറയുന്ന വ്യക്തി ആക്രമണത്തിൽ മറ്റാർക്കും പരിക്കേറ്റിട്ടില്ലെന്നും കൊലയാളി സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടുവെന്നും ഇദ്ദേഹത്തിൻ്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. പോരാത്തതിന് കൊലയാളി അറസ്റ്റ് ചെയ്യാൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതകത്തിന് പിന്നിലെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. ലസന്ത വിക്രമസിംഗെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള സമാഗി ജന ബലവേഗ ഇതിൻ്റെ അംഗമായിരുന്നു. പ്രാദേശിക രാഷ്ട്രീയത്തിൽ വെലിഗമ കൗൺസിലറിൻ്റെ നിയന്ത്രണത്തിലായി അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഭരണകക്ഷിയും തമ്മിൽ കടുത്ത അധികാര വടംവലിയും ഉണ്ടായിരുന്നു. അതാണ് കൊലപാതകത്തിന് പിന്നിലെ കാരണമായി ഇപ്പോൾ ശ്രീലങ്കൻ സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ശ്രീലങ്കയിൽ കുറ്റകൃത്യങ്ങളിൽ വൻ വർധനവെന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട്. ഈ വർഷം ശ്രീലങ്കയിൽ ആക്രമണ കുറ്റകൃത്യങ്ങളിൽ വൻ വർധനവുണ്ടായതിനാൽ ഈ സംഭവവും ഗുരുതരമാണ്. ഇതിൽ പ്രധാനമായും മയക്കുമരുന്ന് സംഘങ്ങളുമായും സംഘടിത കുറ്റകൃത്യങ്ങളുമായും ഇതെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഈ വർഷം 100-ലധികം വെടിവെപ്പ് ശ്രീലങ്കയിൽ നടന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ സംഭവങ്ങളിലെല്ലാമായി കുറഞ്ഞത് 50 പേരെങ്കിലും ശ്രീലങ്കയിൽ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.